ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് 2025 ഏപ്രിൽ 24 വ്യാഴാഴ്ചയാണ്. മന്ത്ലി എക്സ്പയറിയാണ് നിഫ്റ്റിയുടെ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. നിഫ്റ്റി ഇപ്പോൾ ഒരു 7 ദിവസമായിട്ട് കണ്ടിന്യൂസ്, ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നത് 2500 പോയിന്റിലധികം കയറി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കിട്ടിയ ഗെയിൻ അവിടെ തന്നെ നിലനിർത്തുമോ അല്ലോ ഫർദർ താഴോട്ട് ഒരു പുൾ ബാക്ക് എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മോസ്റ്റ് പ്രോബ്ലി ഇന്നൊരു നെഗറ്റീവ് മൂവ്മെൻറ്റിനുള്ള ഒരു സാധ്യതയാണ്. ഇന്നലെ ഒരു പീക്കിൽ പോയിട്ട് നെഗറ്റീവാണ് മൂവ്മെൻറ്റ് തന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഒന്നുകൂടി താഴോട്ട് ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇത്രയും ദിവസം ഒരുപോലെ ഒരേ രീതിയിൽ പോവാറില്ല. ദെൻ ന്യൂസിൽ വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, BPCL, അദാനി ഗ്രീൻ എനർജി, പനാക്ക ബയോടെക്, തൈറോകെയർ, ബജാജ് ഹൗസിംഗ്, LTI മൈൻട്രി, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. US സ്റ്റോക്കുകൾ ചൈനയായിട്ട് US ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീക്ഷയിൽ US സ്റ്റോക്കുകൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഈ ചൈനയായിട്ട് US ചർച്ച നടത്താനുള്ള പ്രധാന കാരണമാണ് അടുത്ത ന്യൂസ്. കാരണം ഇന്നലെ ചൈനയുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. കാരണം അവർ ഇറാനെ ന്യൂക്ലിയർ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലൊരു ന്യൂസ് വന്നിരുന്നു. അതിന് തൊട്ട് പുറകെയാണ് നമ്മൾ ആദ്യം വായിച്ച ഒരു ന്യൂസ് വന്നത്. കാരണം US ചൈനയായിട്ടൊരു ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്ന ഒരു വാർത്ത വന്നത്. ഇതെല്ലാം തമ്മിൽ ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. കാരണം ചൈന ശ്രമിക്കുന്നത് അവരുടെ ഒരു ഗ്യാങ് ഉണ്ടാക്കാൻ, ചൈനയുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടാക്കാനാണ്. അതേസമയത്ത് US ശ്രമിക്കുന്നത് അവരുടെ ആ ഒരു മേൽക്കോയ്മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു കളിയാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റ് ചെയ്ത ചെറിയ ഡെയിലി വേജസ് അല്ലെങ്കിൽ ചെറിയ കൂലിപ്പണിയെടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടപ്പെടുന്നത് വളരെ പാവപ്പെട്ട ആൾക്കാർക്കാണ്. വലിയ ആൾക്കാർക്ക് എവിടെയും ഒന്നും നഷ്ടപ്പെടാനില്ല. എന്തായാലും ഇതൊരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ്. ചൈന കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിൻ്റെ ഒരു ലോക പോലീസ് അല്ലെങ്കിൽ അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ US ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് പ്രശ്നത്തിലൂടെ പോകുമ്പോൾ അവരവസരം മുതലെടുത്ത് ചൈന മുന്നേറാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ദെൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മണി ഫ്ലോ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നവർക്കൊരു ഗൈഡ് ലൈൻ കിട്ടും. എന്തൊക്കെയാണ്, എത്ര വരെ നഷ്ടം പോകാം, എത്ര പ്രോഫിറ്റ് എടുക്കണം മിനിമം, അത് ഇങ്ങനെ ഇത്രയും നാൾ പോയതുകൊണ്ട് എവിടെയാണ്, എന്താണ് അവസ്ഥ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ കിട്ടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതേപോലെ കണ്ടിന്യൂസ്ലി ന്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു പേരിലൊരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഷെയർ ചെയ്യാനായിട്ടൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ എവറി 15 മിനിറ്റ്സ് ഓപ്പൺ ഇൻട്രസ്റ്റ്, നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ വരുന്ന ചേഞ്ച് അതിനകത്ത് കൃത്യമായിട്ടും ഇത് പോകുന്നുണ്ട്. അതുപോലെ റാസ് ലെവൽസ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒറ്റ പ്ലാറ്റ്ഫോമിൽ എല്ലാ കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അറ്റ് ദ മണി സ്ട്രൈക്കിൽ നിന്നും 5 സ്ട്രൈക്ക് മുകളിലോട്ടും താഴോട്ടുമുള്ള അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്ലസ് അതിൽ വരുന്ന വേരിയേഷൻ ഒരു ലിസ്റ്റായിട്ട് എവറി 15 മിനിറ്റ്സ് രാവിലെ 9:15 മുതൽ അതിനകത്ത് വരുന്നുണ്ട്. സോ അത് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് മുകളിലോട്ട് കയറുമോ അല്ലെങ്കിൽ താഴോട്ട് പോകും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, ഏകദേശം ഒരു ഓപ്ഷൻ സെല്ലേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ വേണ്ടി നമുക്കതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ വരുന്ന ചേഞ്ച് നോക്കിയാൽ മതി. മുകളിലോട്ടുള്ള കോൾ സൈഡിലുള്ള ചേഞ്ച് കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകും എന്നാണ് അവർ ചിന്തിക്കുന്നത്. സോ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നതാണ് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത്. സോ ആ രീതിയിലുള്ള ഓപ്ഷൻ ചെയിൻ അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചേഞ്ചും കൂടി അതിനകത്ത് കംപ്ലീറ്റ് ലിസ്റ്റ് ഓപ്ഷൻ ചെയിൻ അല്ല പറയുന്നത്. ഒരു 6 സ്ട്രൈക്ക് മുകളിലോട്ട് 6 സ്ട്രൈക്ക് താഴോട്ടുള്ള അറ്റ് ദ മണി സ്ട്രൈക്കിൽ നിന്ന് 6 മുകളിലോട്ട്. അപ്പോൾ നമുക്കറിയാലോ ഇതിൻ്റെ തൊട്ടടുത്തുള്ളതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് താഴെ ഭാഗത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് നന്നായി കൂടുന്നുണ്ട്, മുകളിൽ കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നതാണ്. അതിൻ്റെ കണ്ടീഷൻസ്, അതായത് എങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത് എന്നത് കൃത്യമായൊരു ട്യൂട്ടോറിയൽ ഞാൻ ഈ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്.
സോ നിങ്ങൾക്കത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റിലേക്ക് US മാർക്കറ്റ് ക്ലിയർലി സൂപ്പറായിട്ട് ഗ്രീനിലാണ് എന്നുള്ളത്. ഇന്നലെയും ഗ്രീൻ ആയിരുന്നു. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെ ക്ലോസ് ചെയ്തത് ഗ്രീനിലാണ്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ജപ്പാൻ്റെ മാർക്കറ്റ് ഗ്രീനിലാണ്, പക്ഷേ ചൈനീസ് മാർക്കറ്റ് റെഡിലാണ്. കാരണം ഈ സാങ്ഷനും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഈ നികുതിയുടെ പ്രശ്നങ്ങൾ, അതായത് ട്രംപ് താരിഫിൻ്റെ ബന്ധപ്പെട്ട് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,311 ഇന്ന് ഓപ്പൺ ആയത് 31 പോയിന്റ് താഴെ 24,280 അവിടെ ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് വീണ്ടും ഫർദർ താഴോട്ടാണ് വന്നിട്ടുള്ളത് 9 പോയിന്റ്. സോ ഒരു പീക്കിലാണ് ഇന്നലെ ഓപ്പൺ ആയത്. അവിടെ നിന്നൊരു എന്താ പറയുക, ഒരു ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ താഴോട്ട് ഇറങ്ങി വന്നു. ദെൻ ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് താഴോട്ടാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത്. ബാക്കി നമ്മുടെ മാർക്കറ്റ് ഏതാനും നിമിഷങ്ങൾക്ക് നമുക്കറിയാമല്ലോ, ഒരു മണിക്കൂർ നേരമാണ് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരിക. ദെൻ എന്താ പറയുക, ക്രൂഡ് ഓയിൽ പ്രൈസ് കുറഞ്ഞിട്ട് 63.43 ട്രേഡിംഗ് നടക്കുന്നത്. ഗോൾഡാണെങ്കിൽ 3,319 ട്രേഡ് നടക്കുന്നത്. ബിറ്റ് കോയിൻ 93,966, ചെറിയ കാശ് നല്ല ലക്ഷങ്ങളാണ് ഓരോ മിനിറ്റിലും അതിനകത്ത് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വലിയ തുകയാണ് ഓരോ നിമിഷവും അതിനകത്ത് മാറുന്നത്. USD INR 85.33 തുടരുകയാണ്. ഒരു പരിധിവരെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ദെൻ ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ US IMF മീറ്റിംഗ്സ്, ചിക്കാഗോ ഫെഡ് നാഷണൽ ആക്ടിവിറ്റി, കണ്ടിന്യൂയിങ് ജോബ്ലെസ് ക്ലെയിംസ്, കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത്, ഡ്യൂറബിൾ എക്സ്ക്ലൂഡിംഗ് ഡിഫൻസ്, ഗുഡ്സ് ഓർഡേഴ്സ് നോൺ ഡിഫൻസ്. ദെൻ US initial jobless claims 4-week average, existing home sales, then natural gas storage, KC Fed composite index, KC Fed manufacturing index. ഒരുപാട് ഇവൻസുകളുണ്ട് ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ഡാറ്റ പുറത്തു വരാണ്ട്. എനിക്കിവിടെ ലിസ്റ്റ് ചെയ്യാൻ അത്രയും മാത്രമേ സ്ഥലമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചാക്കി ചുരുക്കിയത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ LT ടെക്നോളജി സർവീസസ്, ടാൻല പ്ലാറ്റ്ഫോംസ്, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി, എലിക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി, സിയൻറ്റ്, ദെൻ ആവാസ് ഫിനാൻസിയേഴ്സ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് IEX, ലോറസ് ലാബ്സ്, ACC, സുപ്രീം ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, എംഫോസിസ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്, SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ്. ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. F&O ബാനിൽ ഒരു സ്റ്റോക്കാണ് വന്നിട്ടുള്ള RBL ബാങ്കാണ്. അത് ഇന്നലെ ഉണ്ടായിരുന്നതാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 3,332 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,234 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 2,098 കോടിയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടർ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക്, ഫിൻ സർവീസസ്, മീഡിയ, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, അതായത് ഫിനാൻസ് സെക്ടർ എല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മറ്റുള്ളതെല്ലാം തന്നെ പോസിറ്റീവിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ETF നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ഫാർമ ബീസ്, ഓട്ടോ ബീസ്, IT ബീസ് 4 ഗ്രീനിലും ഗോൾഡ് ബീസും ബാങ്ക് ബീസും ഇന്നലെ റെഡിലുമാണ് അവസാനിച്ചത്. ഇന്നലെ ഗോൾഡിൽ നല്ല രീതിയിലൊരു പ്രൈസ് ഡിപ്പ് വന്നിരുന്നു. $110 എങ്ങാണ്ടാണ് ഇന്നലെ ഗോൾഡിൻ്റെ പ്രൈസ് കുറഞ്ഞത്. കാരണം പീക്കിൽ നിൽക്കുമ്പോൾ ഫ്ലക്ച്വേഷൻ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം തന്നെ ആയിരിക്കും എപ്പോഴും. ഇനി ഇന്നലെ NSEയിൽ ഹെവി മൂവ് അല്ലെങ്കിൽ ബയേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സാൽ സ്റ്റീൽ, വർദ്ധമാൻ സ്റ്റീൽ, മനോരമ ഇൻഡസ്ട്രീസ്, മൈൻടെക്, ദെൻ രാജരത്തൻ ഗ്ലോബൽ, സിഗ്മ, സോൾവ്, ആപ്ടെക്, ജ്യോതി സ്ട്രക്ചർ, തമിഴ് ടെലികോം, കൺട്രി കോണ്ടോസ്. ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ഉള്ളതായിരുന്നു. ഇനി സെല്ലേഴ്സ് മാത്രം ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മാധവ് കോപ്പർ, ബ്ലൂ സ്റ്റാർ, ശ്രീവാസു, ഉമ എക്സ്പോർട്ടേഴ്സ്, SR ഷിപ്പിംഗ്, സെൽമോക്ക് ഡിസൈൻ, JK ബാങ്ക്, സ്പന്ദന സ്ഫൂർ, ദെൻ NACL ഇൻഡസ്ട്രീസ്, SMS ലൈഫ് സയൻസ്. ഇത്രയും സ്റ്റോക്കുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. മിക്കതും പേര് പോലും എനിക്ക് വായിക്കാൻ അറിയുന്നില്ല, അത്രയും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചെറിയ സ്റ്റോക്കുകളാണ് മിക്കതും, പെന്നി സ്റ്റോക്കുകളുടെ കാറ്റഗറിയിൽ നിന്നും. അപ്പോൾ ചിലതൊക്കെ വലിയ പ്രൈസിൻ്റെ ഉണ്ട്, പക്ഷേ മിക്കതും പെന്നി സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 28 പോയിന്റ് നഷ്ടത്തിൽ 24,328 ക്ലോസ് ചെയ്തു. ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്ന 379 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ്. മൊത്തത്തിൽ ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 987 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിലാണ് നിഫ്റ്റി നിൽക്കുന്നത്.
മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒഴികെ ബാക്കി എല്ലാം തന്നെ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തേക്കുള്ള സംഭവം നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 1.05 ആണ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 വന്നിട്ടുള്ളത്, 2 lakhs ആണ്. അതുപോലെ ഹയസ്റ്റ് പുട്ടിൻ്റെ സ്ട്രൈക്ക് 24,000 2 lakhs വന്നിട്ടുണ്ട്. രണ്ട് സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വിക്സിലേക്ക് വരികയാണെങ്കിൽ 15.96 ആണ് വന്നിട്ടുള്ളത്. ഇന്നലത്തെ ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. സ്പോട്ട് പ്രൈസ് 24,328 CPR വന്നിരിക്കുന്നത് 299, 269, 240. അത് ഏകദേശം 29 പോയിന്റ് ഗ്യാപ്പിൽ വൈഡായിട്ടുള്ളൊരു CPR ആണ്. നോട്ട് റേറ്റ് സോൺ വന്നിട്ടുള്ളത് 306, 277, ഏകദേശം 29 പോയിന്റിൻ്റെ തന്നെ നോട്ട് റേറ്റ് സോണും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ബ്രേക്ക് ഔട്ട് ലൈൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് 24,306 അതുപോലെ ബ്രേക്ക് ഡൗൺ ലെവലാണെങ്കിൽ 240 നമ്മൾ കണക്കൂട്ടണം. ഏകദേശം 66 പോയിന്റിൻ്റെ ഒരു നോട്ട് റേറ്റ് സോൺ നമുക്ക് ഇന്ന് കിട്ടും. 24,306 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 24,522 വരും. ഏകദേശം 116 പോയിന്റോളം അല്ലെങ്കിൽ 216 പോയിന്റോളം മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ 522 എന്നുള്ളത് ഒരു സ്പൈക്ക് മാത്രം കിട്ടും. കാരണം 500 റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം 484 കഴിഞ്ഞാൽ അവിടുന്ന് ട്രേഡ് എക്സിറ്റ് ആവുന്നതാണ് ഒരു സേഫ് ആയിട്ടുള്ള പരിപാടി. അതിനുശേഷം 530 ആകുമ്പോൾ ആ വണ്ടിയിൽ വീണ്ടും വേണമെങ്കിൽ കയറാമെന്നേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, റിജക്ഷൻ ഉണ്ടാകുന്നത്. അതേപോലെ ഇനി 24,240 കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 24,136 വരെയും ഇറങ്ങി പോകാനുള്ള ഏകദേശം 104 പോയിന്റ് താഴോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നോക്കുക, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. കാരണം ഇത്രയും ദിവസം നല്ല മൂവ്മെൻറ്റ് കൊടുത്തതുകൊണ്ട് ഇനി കുറച്ച് ദിവസം ഒന്ന് ആടിപ്പാടി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊന്ന് ബാലൻസ് ആവണമല്ലോ. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഈ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. നമുക്ക് ഇവിടുന്ന് എനിക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ട്രാഫിക് ഉണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡ് ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകല്ലേ. എന്നിട്ട് ട്രാഫിക്കിൽ പതുക്കെ ഉന്തിയും തള്ളിയും പോയി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ എനിക്ക് ട്രിവാൻഡ്രത്ത് എത്താൻ പറ്റും. അത് തന്നെയാണ് ഇൻഡെക്സിൻ്റെ കാര്യം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ രീതിയിൽ തന്നെയാണ് ഈ ഗെയിം കളിക്കുന്നത്. സോ നല്ല അവസരം കിട്ടുമ്പോൾ അവർ നല്ല രീതിയിൽ ചാടിച്ച് കൊണ്ടുപോകും. അതിനുശേഷം അവർ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് മാറിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ പേരും ഓപ്ഷൻ സെല്ലിങ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ മാർക്കറ്റ് സൈഡ് വൈസ് കൊണ്ടുപോകും. അപ്പോൾ തീറ്റാടിക്കായിട്ട് നല്ലൊരു വരുമാനം അവർക്ക് കിട്ടും. അതിനുശേഷം വീണ്ടും അവർ ഇതിനെ ചാടിച്ച് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് ഇതിനെ പോകുന്നത്. അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷനാകും. അതുകൊണ്ട് അതൊന്നും ആലോചിക്കാതെ മാർക്കറ്റിൽ നല്ല മൊമെൻറ്റം ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്ന പോളിസിയായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് വിശേഷങ്ങളുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.